അസ്സലാമു അലൈക്കും. വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ മാസമാണ് സഫർ. നമ്മുടെ സമൂഹത്തിൽ സഫർ മാസത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും പ്രചരിച്ചിട്ടുണ്ട്. ചിലർ ഈ മാസം ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും മാസമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അത് തികച്ചും അന്ധവിശ്വാസമാണ്, തെറ്റാണ്. സഫർ മാസം ഒരുപാട് നന്മകൾ നിറഞ്ഞ മാസമാണ്. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ വിവാഹം നടത്തിയത് സഫർ മാസത്തിലാണ്. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചതും സഫർ മാസത്തിലാണ്. ഇപ്രകാരം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മാസമാണ് സഫർ. സഫർ മാസത്തിലെ വെള്ളിയാഴ്ച നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യണം. ജുമാ ദിവസമായ വെള്ളിയാഴ്ച അഥവാ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്ന് അറിയപ്പെടുന്നു. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ച. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും വെള്ളിയാഴ്ച ദിവസമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം ചില സമയങ്ങൾ വളരെ മഹത്വമുള്ളതാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് ശേഷം ആരെങ്കിലും ദുആ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും. അതുപോലെ വെള്ളിയാഴ്ച മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും ആരെങ്കിലും ദുആ ചെയ്താൽ തീർച്ചയായും അള്ളാഹു അതിന് ഉത്തരം നൽകും. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ ഇഖാമത്ത് കൊടുക്കുന്നത് വരെയുള്ള സമയം വളരെ ശ്രേഷ്ഠമാണ്. ഈ സമയത്തും അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ്. ഈ സമയത്ത് സ്ത്രീകളെല്ലാം കുളിച്ച് വൃത്തിയായി വീട്ടിലിരുന്ന് ളുഹർ നിസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞ് ദുആ ചെയ്യുക. നമ്മുടെ ദുആ സ്വീകരിക്കുന്ന സമയമാണിത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പായി ചൊല്ലേണ്ട മഹത്തായ ദിക്റിനെ കുറിച്ചാണ്. ദിക്ർ യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ. അർത്ഥം: സ്നേഹമുള്ള അല്ലാ, കൃപയുള്ള അല്ലാ. ഈ ദിക്ർ വെള്ളിയാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും 121 പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു സ്വർഗത്തിന്റെ 8 വാതിലുകൾ അവനിക്ക് വേണ്ടി തുറന്നു വെക്കും. ഈ ദിക്ർ വുളു ഇല്ലാതെയും ചൊല്ലാം. നിഫാസ്, ഹൈല്, അതുപോലെ വലിയ അശുദ്ധി ഉള്ളവർക്കും ഈ ദിക്ർ ചൊല്ലാവുന്നതാണ്. ഈ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു അവന്റെ കടങ്ങൾ വീട്ടും, രോഗങ്ങൾ ശിഫയാക്കും, പ്രയാസങ്ങൾ മാറും, ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി നൽകും. അതുപോലെ തന്നെ ഈ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു അവന്റെ ആഖിറം വെളിച്ചമാക്കും. അതുകൊണ്ട് ഈമാനോട് കൂടി ആത്മാർത്ഥമായി ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ. ഈ ദിക്ർ കഴിയുന്നത്ര ചൊല്ലുക. അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. ഖുർആൻ പാരായണം ചെയ്യുക. ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, ദിക്ർ എന്നിവ അധികരിപ്പിക്കുക. അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. സഫർ മാസം മറ്റെല്ലാ മാസങ്ങളെയും പോലെ അള്ളാഹുവിനെ സ്മരിക്കാനും തൗബ ചെയ്യാനും ഖുർആൻ പാരായണം ചെയ്യാനും ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കാനും അനുയോജ്യമായ മാസമാണ്. ഈ സഫർ മാസത്തിന്റെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പോരിശ കൊണ്ട് അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങൾ നിറവേറ്റി തരട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. ഒപ്പം തന്നെ കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.